നമ്മളുടെ വക ദീനിലൂടെ കൊണ്ടുവരണ്ട. A to Z ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നുണ്ടെങ്കിലോ, ഇനി പ്രിയമുള്ളവരെ, നിങ്ങൾക്കതിൽ സംശയം വരുന്നുണ്ടോ? ഒരു ദിവസം മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു പേപ്പറിലൂടെ എഴുതി വെച്ചോ, ഒരു പേപ്പറിലൂടെ എഴുതി വെച്ചോ. രാവിലെ എണീറ്റത്, പല്ലുതേച്ചത്, വുളു എടുത്തത്, നമസ്കരിച്ചത്, ഹദ്ദാദ് ചൊല്ലിയത്, നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത്, ഇശ്റാഖ് നിസ്കരിച്ചത്, കുത്തുബിയത്തിന് പോയത് മുഴുവൻ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് അതിൽ 1400 പഴക്കമുള്ളതൊക്കെ ടിക്ക് ചെയ്യാം. ദന്തശുദ്ധീകരണത്തിന് പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞതിന് 1400 പഴക്കം. വുളു എടുക്കാൻ 1400 പഴക്കം, നമസ്കാരത്തിന് 1400 പഴക്കം. അതിനിടയിൽ ഒരു മുഹിയദ്ദീൻമാല പാടിയത് 416 കൊല്ലം പഴക്കം. അത് കോഴിക്കോട് വരെ എത്തിയുള്ളൂ, അള്ളാന്റെ ഹബീബിലേക്ക് എത്തിയില്ല. ഇശ്റാഖ് നിസ്കാരത്തിന് 1400 പഴക്കം. അത് കഴിഞ്ഞു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയത് ഈജിപ്ത് വരെ എത്തിയുള്ളൂ, അള്ളാന്റെ ഹബീബിലേക്ക് എത്തിയില്ല. അത് കഴിഞ്ഞൊരു കുത്തുബിയത്തിൽ പങ്കെടുത്തത് തമിഴ്നാട് വരെ എത്തിയുള്ളൂ, അള്ളാന്റെ ഹബീബിലേക്ക് എത്തിയില്ല. 1400 എടുക്കാം. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നല്ല കാര്യമല്ലേ, നല്ലതല്ലേ? ഞങ്ങൾ ആരും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ, ചിന്തിക്കാൻ വേണ്ടി പറയാം. ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു തന്നെ വെക്കതൊക്കെ നല്ല കാര്യമാണെന്ന് വിചാരിക്കുക. മദ്രസുന്നൂർ, മഹദാത്തിബ് മൗലൂദ് ജീലാനി ദിനം, അതുപോലെ തന്നെ നബിദിനം, റിഫായിന്റെ ആണ്ട്, ഇതൊക്കെ പുണ്യകരമാണ്, നല്ലതാണെന്ന് തന്നെ വിചാരിക്കുക. അമലുസ്സാലിഹാത്താണെന്ന് തന്നെ വിചാരിക്കുക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഹാജരാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സഹാബത്തൊക്കെ ഒരു ഭാഗത്ത് നിൽക്കാൻ, അവരുടെ നന്മയുടെ ഏടുകളൊക്കെ ഇട്ടൊരു ഭാഗത്ത് നിൽക്കാൻ, അവരുടെ നന്മയുടെ ഏടുകളിൽ വിശുദ്ധ ഖുർആന്റെ പാരായണമുണ്ട്, സ്വതക്കയുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നിസ്കാരമുണ്ട്, രണഭൂമിയിലൂടെ പോരാടിയതുണ്ട്, രാത്രി നമസ്കാരങ്ങളുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, ഖിയാമു റമദാനുണ്ട്. എല്ലാ അമലുകളുമായിട്ട് അവർ നിൽക്കാൻ 2025-26 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പുകാർക്ക് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അവരുടെ ഏടുകളിൽ കുത്തുബിയത്തുണ്ട്, കുത്തറാത്തീബുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, ആണ്ടുണ്ട്, ഉറൂസുണ്ട്. ഇങ്ങനെ മഹത്തായ പുണ്യകർമ്മങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നിൽക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, റസൂലേ അതെന്താണ് തളിപ്പറമ്പുകാരുടെ ഏടിൽ കാണുന്ന അമലു സാലിഹാത്തെന്ന് റസൂലേ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരാത്തത്? അത് അബൂബക്കറെ, ഉമറെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. പിന്തലമുറക്കാരായ കണ്ണൂരുകാർക്ക് മനസ്സിലായിട്ടുള്ള മഹത്തായ പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ അള്ളാന്റെ ദീനിനുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 10 സ്വഹാബത്തിനെ പറ്റി അള്ളാന്റെ മുത്തനബി സ്വർഗത്തിലാന്ന് പറഞ്ഞില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സഅദുൻ സഗീദുൻ സുഹബൈ റംതുൽ ഹതും വബി ഉബൈദഹതും വബിനിഉ ഫിന്നാശീരിൽ കറമി. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സ്വഹാബ, അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോയോ, ഏത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോയോ, അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും പൊക്കൂടെ ആ സ്വർഗത്തിലൂടെ, അവരുടെ മാർഗത്തിലൂടെ നമുക്കും യാത്ര തിരിച്ചൂടെ? ഇനി പ്രിയമുള്ളവരെ, എന്താ മതത്തിലൂടെ പുതുതായി കടന്നു വരുന്ന ആചാരങ്ങളുടെ വിഷയം എന്താണെന്നറിയോ? അള്ളാന്റെ ദീനില് 1 രൂപയുടെ പോലും വ്യവസായങ്ങളില്ല. പക്ഷേ ബിദ്അത്ത് വന്നു, അതിലൂടെയാണ് മതവാണിഭങ്ങൾ കടന്നു വന്നത്. ഇസ്ലാമിലെ സുന്നത്തിലൂടെ മതം ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. ബിദ്അത്തുകൾ കടന്നു വരുമ്പോ ഇസ്ലാമിന്റെ ആചാരങ്ങൾ ഓരോന്നോരോന്നായി തകർന്നു പോവുകയാണ്. സുന്നത്തിലൂടെ കാണാൻ കഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കറകളഞ്ഞ തൗഹീദാ. എന്നാൽ പുത്തൻ ആചാരങ്ങൾ കടന്നു വരുമ്പോ അതിലൂടെയാണ് ശിർക്ക് സമൂഹങ്ങളിലൂടെ കടന്നു വന്നത് എന്നാണ്. ഞാൻ അതിലേക്ക് കാര്യമായിട്ടൊന്നും കടന്നു പോണില്ല, പക്ഷേ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇസ്ലാമിലെ ഉള്ള ആചാരങ്ങളുടെ ഒരു തകരാറും പറ്റൂല. പക്ഷെ ബിദ്അത്ത് വരുമ്പോ ഇസ്ലാമിലുള്ള ആചാരമൊക്കെ തകർന്നു പോകും. അപ്പൊ വിശുദ്ധ റമദാൻ നമ്മളുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കാൻ, റമദാനിന്റെ അവസാനത്തെ 10 അള്ളാന്റെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം.
അല്ലേ? അതിലാർക്കും തർക്കമില്ല. ഞാൻ പറഞ്ഞ ഇവിടുത്തെ സാധാരണക്കാരല്ലാട്ടോ, ആർക്കും അതിൽ തർക്കമില്ല. സമസ്ത മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് ആരായിക്കോട്ടെ, എല്ലാവരും പറയും റമദാനിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇത്തികാഫിരിക്കണം. അങ്ങനെ തന്നെ പറയാം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന കൊല്ലമില്ലേ, ഇഅ്തകഫ 20 യൗമാ, 20 ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇഅ്തികാഫിരുന്നത് എന്നാണ്. മുത്തനബിയുടെ ചെറിയ പള്ളിയിൽ ഇഅ്തികാഫിരിക്കലാണ്. അപ്പൊ റമദാനിൽ അവസാനത്തെ 10 സുന്നത്ത് എന്താണ്? അള്ളാന്റെ പള്ളിയില് ഇഅ്തികാഫിരിക്കലാണ്. പക്ഷെ 2000-ന് ശേഷം കടന്നു വന്ന ഒരു ചടങ്ങാണ് റമദാനിന്റെ 27 രാവിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ആളുകളൊക്കെ മലപ്പുറം ജില്ലയിലെ കോണോമ്പാറയിലെ മുട്ടിപ്പടിയിലെ സ്വലാത്ത് നഗറിലേക്ക് പോയി. പള്ളി വിട്ടിട്ട് എല്ലാവരും സ്വലാത്ത് നഗറിൽ പോയി. അത് 27 രാവിനാണ്. തൊട്ടടുത്ത വർഷങ്ങളിൽ ഇപ്പൊ ഞങ്ങളുടെ ജില്ലയായ തൃശ്ശൂർ ജില്ലയിലെ കൂരിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വലാത്ത് നഗർ തുടങ്ങി. തൊട്ടടുത്ത വർഷം കൊല്ലം ജില്ലയിലെ കാദ്സിയയിലെ സ്വലാത്ത് നഗർ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു പറഞ്ഞാല് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറഞ്ഞ ഒറ്റയാക്കപ്പെടുന്ന രാവ് 21, 23, 25, 27, 29 ഈ രാവ് മൊത്തം സമൂഹം പാടത്തേക്ക് നീങ്ങി, പള്ളി വിട്ട് പാടത്തേക്ക് നീങ്ങി. നിവേദനത്തിന് ഡുണ്ടും ദഫ് കൊട്ടിയപ്പോ നമ്മൾ എന്താ പറഞ്ഞേ? 30 നാളിലെ നോമ്പിന്റെ പോരിശ കഥയിലൊന്ന് മുതുങ്ങൂല, മുത്തറസൂലെന്ന് പാതിരാവിലും മുസല്ലാ വിട്ടിട്ടിറങ്ങാറില്ല. അള്ളാന്റെ റസൂല് പാദരാത്രി പോലും മുസല്ല വിട്ടു പോവില്ല. പിന്നെ നമ്മൾ മുസല്ല ഇട്ട് പോയത് എവിടേക്കാണ്? അപ്പൊ എന്തായി? ഒരു ബിദ്അത്ത് വന്നപ്പോ സുന്നത്ത് നശിച്ചു. മാത്രമല്ല, അള്ളാന്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കാൻ 5 നയാ പൈസന്റെ ചെലവില്ല. സ്വലാത്ത് നഗർ പോയാൽ കൊട്ടയിലാണ് പൈസ വാരിക്കൊണ്ടോണേ. നമ്മളിത് മനസ്സിലാക്കണ്ടേ. ഞാനത് ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, അള്ളാന്റെ ദീനിന്റെ പേരിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, റസൂൽ ജനിച്ച ദിവസം സലഫികളൊന്നും ഒരു പ്രത്യേകത ഇല്ല എന്ന് പറയുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞെന്താണ്? നബിദിനം റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവില്ല. ഇസ്ലാമിനോട് ശത്രുത വെച്ച, അള്ളാഹുവിന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ, പിന്നീട് അത് തിരിച്ചു വാങ്ങി വെച്ചതിന്റെ പേരിൽ ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയ ഷിയാക്കളിലെ തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കളാണ് ഹിജറ 300-ാം വർഷത്തിൽ ആദ്യമായി 6 പേരുടെ ജന്മദിനം കൊണ്ടുവന്നത്. അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അവരുടെ ഭരണാധികാരി, അങ്ങനെ 6 പേരുടെ ജന്മദിനം കൊണ്ടുവന്നു. കുറച്ചു കാലത്ത് ഇങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ അവിടെ വീണുപോയി. പിന്നീട് ഹിജറ 604-ൽ ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ, അദ്ദേഹം ഒരു മൗലിദ് എഴുതി കൊടുത്ത് മുളഫർ രാജാവ് അതിനെ കെങ്കേമമായി ആഘോഷിക്കാൻ തുടങ്ങി. അപ്പൊ 300-ൽ തുടങ്ങി, ഇടക്ക് ബ്രേക്കായി 600-ൽ ആഘോഷിക്കാൻ തുടങ്ങി. കൊണ്ടുവന്നവരെ ഷിയാക്കള. സ്വഹീഹ് മുസ്ലിം എഴുതി വെക്കാം, 1172-ാമത്തെ നമ്പർ ഹദീസ്. അവിടെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഇലൻ സൗമി യൗമിൽ ഇസ്നൈൻ, അവിടുന്ന് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, ഫീഹി വലിത്തോ, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാണ്, വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്, ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. ഹിറാ ഗുഹരത്തിന്റെ മുഖരത്തിലൂടെ ലോകത്തിന്റെ പ്രവാചകന് ഏകനായിരിക്കുമ്പോ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പ് ആദ്യമായി പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണത കുറിച്ചു പോയത് അതൊരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ, എല്ലാ തിങ്കളും നോമ്പെടുക്കാൻ പറഞ്ഞു. നമ്മൾ അതിനൊന്നും നമ്മൾ നബി ജനിച്ചൊന്നും കണ്ടില്ല. ഷിയാക്കൾ പറഞ്ഞ ജന്മദിന ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് നമ്മൾ പോയി. ഒരു കൊല്ലത്തിൽ 50-ലധികം അല്ലാഹുവിന്റെ ഹബീബിനോട് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാം. പക്ഷേ അതിൽ നിന്ന് റമദാനും
വല്ല പെരുന്നാൾ ദിവസങ്ങളൊക്കെ തിങ്കളാഴ്ച നോമ്പ് ഹറാമായ ദിവസങ്ങൾ മാറ്റിവെച്ചാലേ ഇഷ്ടം പോലെ സുന്നത്ത് നോമ്പ് നമുക്ക് കിട്ടും. അതിലൊന്നും നമ്മളില്ല. ഇനി നിങ്ങളാഴ്ച ഒറ്റ പോയിന്റ് എനിക്ക് പറയുള്ളൂ. തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 വന്നാൽ നമ്മൾ നോമ്പെടുക്കോ റാലി നടച്ചോ? നോമ്പെടുക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്, ആഘോഷിക്കാൻ പറഞ്ഞു ഷിയാക്കള്. നമ്മൾ ആരനുസരിക്കും? നമ്മൾ റസൂലുള്ളാഹിനെ തൽക്കാലം മാറ്റിവെക്കും. രാവിലെ മധുരപലഹാരം കൊണ്ട് തുടങ്ങി ഉച്ചക്ക് ഹെവി ഫുഡോടെ നമ്മളത് കെങ്കേമമാക്കും. നമ്മളൊരു സുഹൃത്ത് പറഞ്ഞെന്താ അറിയോ? നമ്മുടെ ദേവാരംഗത്തുള്ള തിങ്കളാഴ്ച ദിവസം അന്ന് 2016 റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയായിരുന്നു. അന്ന് കാറിൽ ഇങ്ങനെ വരുമ്പോ, കഴിഞ്ഞ പ്രാവശ്യം നബിദിന്റെ ഒരു വ്യാഴാഴ്ചയായിരുന്നു. സ്വഹീഹ് മുസ്ലിം 1175 തുഅറദുൽ അഅമാൽ, അമലുകൾ അല്ലാഹുവിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം വ്യാഴാഴ്ച നോമ്പെടുക്കാൻ മുത്തുനബി പറഞ്ഞേ. കാറിൽ ഇങ്ങനെ വരുമ്പോ ഒരു ടീം ഇങ്ങനെ കൈ ഇങ്ങനെ കാറിങ്ങനെ തടുത്തിട്ട് ഒരു ഗ്ലാസ് പായസം കാറിക്ക് ഇങ്ങനെ കുടിച്ചപ്പോൾ ആള് പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ നോമ്പുകാരനാണ്. നീ എന്താ നബിദിനായിട്ട് നോമ്പെടുക്കാൻ മുസ്ലിം അല്ലേ? അതാണ് അതിന്റെ മറുപടി വന്നേ. കാരണം ആളുകളുടെ മനസ്സിലെ ധാരണ അന്ന് നോമ്പൊന്നും വേണ്ട. അപ്പൊ ബിദ്അത്ത് കടന്നു വരുമ്പോ സുന്നത്ത് നശിക്കും. ഇപ്പൊ റമദാന്റെ അവസാനത്തെ പത്ത് ഞാൻ പറഞ്ഞല്ലോ, പള്ളിയിൽ നിന്ന് എല്ലാവരും പുറത്തു കൊണ്ടുപോയി. പെരുന്നാളിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞത് പള്ളി വിട്ട് ജബ്ബാന എന്ന് പറഞ്ഞ മുസല്ലയിലേക്ക് പോകാനാണ്. ലിഇദ്ഹാരി ജമാലിൽ ഇസ്ലാമി അലൽ കുഫാർ, ഇസ്ലാമിന്റെ പ്രൗഢമായ ഭംഗി കാഫിരീങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നവരോട് ഞാൻ പറഞ്ഞു എന്ന് വേണ്ട. നമ്മൾ ഉസ്താദുമാരുടെ വാതില്ലേ, ഞാൻ വെറുതെ പറഞ്ഞു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തെളിവ് പറയണേ. നമ്മളുടെ ഒരു അബ്ദുർ റഷീദ് സഖാഫി ഉസ്താദ് ഉണ്ട് ഏലംകുളം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തില് മിക്ക പ്രസംഗത്തിലും ഞാൻ ഒരുപാട് പ്രസംഗം വാച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിരിവെടുക്കുന്ന ഒരു ഭാഗത്തിൽ ലാസ്റ്റിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ കാണാൻ പറ്റുന്നറിയോ? നിങ്ങൾ പുരുഷന്മാര് കിട്ടാവുന്ന, അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഇതാണ്: വലത് കൈ ഇടത് പോക്കറ്റിലിട്ട് കിട്ടാവുന്നിടത്തോളം നിങ്ങൾ എടുക്കണം. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ആളെ വിട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹിന്റെ കാലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചപ്പോ സ്ത്രീകൾ അവരുടെ കാതാഭരണങ്ങൾ പറിച്ചൂരി ആ തുണിയിൽ രക്തത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു എന്നൊരു ഹദീസ് ഉദ്ധരിക്കലുണ്ട്. ഞാൻ 100% സഖാഫി ഉസ്താദിനോട് യോജിക്കുന്നു. ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, ഹക്കാണ്, സ്വഹീഹ് മുസ്ലിമിലെ ഹദീസുമാണ്. പക്ഷെ ആ ഹദീസിന്റെ പൂർണ്ണരൂപം എന്താ? അത് നമ്മൾ പഠിച്ചാൽ മതി. ആ ഹദീസിന്റെ പൂർണ്ണരൂപം എന്താണ്? അല്ലാഹുവിന്റെ മുത്തറസൂല് മുസല്ലയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയാണ്. ആ പിരിവ് നടന്നത് എവിടെയാണ്? ജബ്ബാന എന്ന് പറയുന്ന മുസല്ലയിലാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. അവിടുന്ന് പ്രവാചകൻ സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയും അത് വാങ്ങാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോ സ്ത്രീകൾ അവരുടെ കാതാഭരണങ്ങൾ പരിശോധിച്ചപ്പോ ആ തുണിയിലെ രക്തത്തിന്റെ അടയാളം കണ്ടു എന്ന ആ ഹദീസ് പൂർണ്ണമായി എടുത്താൽ കിട്ടുന്ന വിഷയം എന്താണ്? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലെ പെരുന്നാൾ നമസ്കാരം പള്ളിയിലല്ല, അത് മുസല്ലയിലായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേ ഇവിടെ തളിപ്പറമ്പിലെ സലഫികൾ നടപ്പാക്കിയിട്ടുള്ളൂ. നമ്മളൊരു മൈതാനിൽ മുസല്ലയിൽ നിസ്കരിക്കുന്നു, സ്ത്രീകളോട് പങ്കെടുക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് തോന്നിയ പോലെ വരാൻ പറ്റൂല. അവരോട് ഇസ്ലാമിന്റെ മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് മുത്തനബി പറഞ്ഞെന്താണ്? പെരുന്നാൾ നിസ്കാരത്തിന് വരാൻ ജലാബീബുകൾ, ശരീരം ചുറ്റിപ്പൊതിയുന്ന വസ്ത്രമില്ലാത്തവർക്ക് ഉള്ളവർ കൊടുത്തിട്ടാണെങ്കിലും അവരോട് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്തിൽ സഞ്ചരിക്കുക, മതത്തിന് കോട്ടം പറ്റൂല. നമ്മളിപ്പോ പിരിവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പരിപാടിയുടെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ സഹകരിക്കേണ്ട ഒരു ബോക്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, 5 പൈസ ഇടണ്ട. അവനാന് വേണമെന്ന് വിചാരിച്ചിട്ട് പരലോകത്തിന് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടുക. കാരണം ഒരു ചൂഷണത്തിൽ നിൽക്കാൻ നമ്മൾ തയ്യാറല്ല. നിങ്ങൾ ഈ ടേബിൾ പരിശോധിച്ച്, ഈ സ്റ്റേജ് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ടീപ്പോ ഇല്ല, അതിന്റെ മേലെ കോഴിമുട്ടല്ല, ഈത്തപ്പഴല്ല, തേനില്ല. 786-ന് 6666-ന് 313-ന് ഒരു തേനിന്റെ കുപ്പി കൊണ്ടുവന്നിട്ട് 1 ലക്ഷം റുപ്യൊക്കെ വിളിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ നടക്കൂല. കാരണം അത് അല്ലാഹുവിന്റെ ദീനിന് പറ്റൂല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ പ്രോഗ്രാം നടക്കാൻ എന്ത് കൊടുക്കാൻ പറ്റുമോ അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, ദീനിൽ പുതുതായി കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ആചാരങ്ങൾക്ക് തകരാറ് പറ്റും. ഇനി അതുപോലെ തന്നെ ബിദ്അത്തില് കച്ചവടമുണ്ട്, സുന്നത്തില് കച്ചവടങ്ങളില്ല. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ വിഷയം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അത് വിശദീകരിച്ച് നമുക്ക് ഇവിടെ പറയാം. സുന്നത്തായ ആചാരങ്ങളിലൊക്കെ തൗഹീദാണ്.
നമ്മൾ മനസ്സിലാക്കി നോക്കി. അള്ളാനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം. അതില്ലാതെ ഒരു ആചാരങ്ങളിലും കടന്നു പോണില്ല. എവിടെ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിൽ അവതീർണമായ മക്കിയായ സൂറത്തുകൾ നോക്കുമ്പോ ആ മക്കിയായ സൂറത്തുകളിൽ മുഴുവനും കാണുന്നത് തൗഹീദാ. അള്ളാഹിനോട് മാത്രമുള്ള ആരാധനയാണ്, അള്ളാഹുവിനോട് മാത്രമുള്ള തേട്ടങ്ങളാണ്. ഇനി മദീനയിൽ അവതരിച്ച ശരീഅത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ അവതീർണമായ ആയത്തുകളിലോ അതിനിടയിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിലെ പർവ്വതത്തിന്റെ മുകളിൽ കയറിയ ജനങ്ങളോട് പറഞ്ഞു വന്ന തൗഹീദ്. പിന്നീട് എന്റെ പ്രിയമുള്ളവര്, ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷങ്ങളിൽ മസ്ജിദുൻ നബവിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പാണ് ഫളൽ ഇബ്നു അബ്ബാസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് പ്രവാചകൻ നടക്കാൻ കഴിയാതെ കടന്നു വരുമ്പോ പ്രവാചകനെ വലിച്ചു കൊണ്ടുപോയി വന്ന സ്ഥാനങ്ങളിലൂടെ 2 ചാല് പോലെ കാണപ്പെട്ടു എന്ന് സഹാബ പറയുമാറ്. പ്രവാചകനെ കൊണ്ടുവന്നിരുത്തുമ്പോ അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന ലോകത്തിന്റെ പ്രവാചകന്റെ വിളി വരികയാണ്, അയ്യുഹന്നാസ്. പ്രിയമുള്ളവരെ, വഫാത്തിന്റെ രോഗത്തിലോട് കുറച്ച് ദിവസം പള്ളിയിലേക്ക് വരാതിരുന്ന ലോകത്തിന്റെ പ്രവാചകനോ അൻസാറുകളുടെ മജ്ലിസിൽ അൻസാറുകൾ കരയുന്നതായി അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ റസൂലുള്ളാഹിനോട് വിവരം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാന്റെ ഹബീബ് ഒന്ന് കടന്നു വന്നത് എങ്കിൽ റസൂലുള്ളാഹിന്റെ വിളി കേട്ട മാത്രയിലോട് അവർ മുഴുവനും പ്രവാചകനിലേക്ക് ചാടി വീഴുകയാണ്. എത്ര ദിവസമായി അള്ളാന്റെ ഹബീബിന്റെ ക്ലാസ് കിട്ടിയിട്ട് ആ വേദനയുടെ പ്രഭാഷണത്തിലോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതും തൗഹീദ്, ആദ്യമായി പറഞ്ഞതും തൗഹീദാണ്. ഇനി പ്രിയമുള്ളവരെ, വിട പറയുന്ന വഫാത്തിന്റെ രോഗത്തില് അവിടുത്തെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത ദുആയും തൗഹീദ് തന്നെയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഗീദാ വലാ തജ്അൽ ഖബരി അല്ലാഹുവേ എന്റെ ഖബറിനെ ആഘോഷമാക്കി മാറ്റില്ല അല്ലാഹ്. ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി എന്റെ ഖബറിനെ മാറ്റില്ല അല്ലാഹ്. തൗഹീദാണ് ഇസ്ലാമിലൂടെ കടന്നു വരുന്നത്. റസൂലുള്ളാഹിന്റെ കാലശേഷം ഭരണം നടത്തിയ അൽ ഖുലഫാഉർ റാഷിദുകളായ ഭരണാധികാരികളോ അവരുടെ മിമ്പറിലൂടെ ഖുത്ബ നടത്തുമ്പോ എങ്ങനെയാണോ അള്ളാന്റെ ഹബീബിനോട് പാഠം ഉൾക്കൊണ്ടത്, തൗഹീദില്ലാതെ അവര് കടന്നു പോയിട്ടില്ല. ഇന്നും തളിപ്പറമ്പിന്റെ സലഫി പള്ളിയിലൂടെ കടന്നു പോര് ആ റസൂലുള്ളാഹി മദത്തിലൂടെ കടന്നു വരുന്ന അനാചാരങ്ങൾക്കെതിരെ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ എങ്ങനെ ചുകന്നുടിക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ ശബ്ദമുയരാറുണ്ടായിരുന്നു. ഒരു സൈന്യത്തോടെ തന്റെ സൈന്യാധിപൻ താക്കീത് കൊടുക്കുന്ന പോലെ ഗൗരവത്തോടെ പറയാറുണ്ടായിരുന്നത് പോലെ അള്ളാന്റെ ഹബീബിന്റെ ഖുത്ബയിൽ ആവർത്തിച്ച വിഷയമല്ലയോ അതിന്നും സലഫികൾ ആവർത്തിക്കുന്നുണ്ട്. ആ തൗഹീദ് അവിടെ ഉണ്ട്. ഇനി നിങ്ങൾ നോക്കി, ഇസ്ലാമിലെ ഏത് ആചാരം എടുത്ത് അനുഷ്ഠാനം എടുത്തോ അള്ളാഹു അല്ലാത്തവരോട് ഒരു പ്രാർത്ഥന കാണില്ല, ഇസ്തിആസ കാണില്ല, കൊടുത്ത കഴിവുകൊണ്ടൊരു പ്രാർത്ഥന കാണൂല്ല, ഹക്കജാഹ് ബർക്കത്തുകൊണ്ടൊരു പ്രാർത്ഥന കാണില്ല. എല്ലാം അള്ളാഹിനോട് മാത്രമാണ്. ഖുർആനും അങ്ങനെ പറഞ്ഞേ, ഖുർആൻ അങ്ങനെ പറഞ്ഞു. ഇസ്ലാമിൽ ഏത് സുന്നത്തെടുത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണില്ല. മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത തകരാറുണ്ടായത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ വിത്ർ നിസ്കാരം, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫഔതിറൂ യാ അഹ്ലൽ ഖുർആൻ. അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നവനാ. ഖുർആനിന്റെ അഹ്ലുകാരെ, രാത്രി നിസ്കാരം ഒറ്റയായ റക്അത്തിലൂടെ അവസാനിപ്പിക്കണേ. ആ ഒറ്റയായ റക്അത്തിലൂടെ ഓതേണ്ട സൂറത്ത് ഏതാ? നിഷ്കളങ്കമായ ഏകദൈവാരാധനയുടെ പ്രൗഢമായ പ്രഖ്യാപനമില്ലയോ?
സൂറത്ത് ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഏകനാണ്. ഒറ്റയവൻ ഇഷ്ടപ്പെടുന്നവന് രാത്രി നിസ്കാരം ഒറ്റയായ റക്അത്ത് കൊണ്ട് ആ ഒറ്റയിൽ ഓതേണ്ട സൂറത്ത് ഇഖ്ലാസ്. വിത്റിൽ മാത്രമല്ല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സൂറത്ത് കാഫിറും സൂറത്ത് ഇഖ്ലാസ്, മഗ്രിബിന്റെ 2 റക്അത്തിൽ സൂറത്ത് കാഫിറും സൂറത്ത് ഇഖ്ലാസ്, തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ സൂറത്ത് കാഫിറൂൻ സൂറത്ത് ഇഖ്ലാസ്. എന്താ ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കാനുള്ള കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരമാണ്. എവിടെയും തൗഹീദ് അല്ലാതെ കാണൂല, എവിടെയും കാണൂല. ഇപ്പൊ ദുആഉൽ കർബ്, ബുദ്ധിമുട്ടിന്റെ പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം എന്ന പ്രാർത്ഥന 4 വട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കണേ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്മാര് നല്ല പ്രയാസം വരുമ്പോഴാണ് അല്ലാത്ത പടപ്പുകളിലേക്ക് തിരിയുന്നത്. ആ സമയത്ത് പോലും ആ ബുദ്ധിമുട്ടിലും നിന്റെ മനസ്സിൽ നീ ഉറപ്പിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ എവിടെയാ വിദഗ്ധകളുടെ സുന്നത്തിൽ എവിടെയും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങളാലൊക്കെ ഇസ്ലാമിലുള്ള ദിനാചരണമാണ് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീയല്ലാതെ യാതൊരു ആരാധനമില്ല, നീയാണ് ഏറ്റവും വലിയവൻ അല്ലാഹ്, നീയാണ് ഏറ്റവും വലിയവൻ അല്ലാഹ്. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, വതുകസിബു ഹത്താ ഫീ സ്വലാതിക ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ. നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നീ കള്ളം പറയുന്നവനാണ്. കാരണം അല്ലാഹ് വലിയവനാണെന്ന് നാവ് കൊണ്ട് പറയാ. ഹൃദയത്തിൽ അല്ലാഹുവിനെക്കാളും മറ്റു സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ നീ കള്ളം പറയുന്നവനാ എന്ന് പറഞ്ഞത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇവർക്ക് മുഹിയുദ്ദീൻ ശൈഖ് ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് കോളേജുകളിൽ മക്കളെ പഠിപ്പിക്കുന്നവരാ ഞങ്ങൾ. അതല്ലാതെ നമ്മളിങ്ങനെ അദ്ദേഹത്തിന് മേലെ കെട്ടിയുണ്ടാക്കിയതിനെ മാത്രമേ നമ്മൾ എതിർത്തിട്ടുള്ളൂ. വയനാട് ജില്ലയിൽ പച്ചക്കുതിരക്ക് മേലെ കാളിത്തള്ള കണ്ടു എന്ന് പറയുമ്പോ, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വത്തക്ക ചോദിക്കാൻ വാപ്പാന്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുമ്പോ, അങ്ങനെയുള്ള, അതുപോലെ മുഹിയുദ്ദീൻ എന്നുള്ള പേര് കിട്ടാൻ കാരണം വെള്ളിയാഴ്ച ചെരുപ്പില്ലാതെ അങ്ങനെ നടന്നു വന്നപ്പോ, ദീനുൽ ഇസ്ലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് മരിക്കാനായി കിടന്നപ്പോ അബ്ദുൽ ഖാദർ എന്ന ഈ വ്യക്തി അദ്ദേഹത്തെ തലോടിയപ്പോ അദ്ദേഹം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, എന്റെ പേര് ദീനുൽ ഇസ്ലാം, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, പക്ഷെ ഞാൻ പെട്ടെന്ന് മരിക്കാനായി, താങ്കളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ പേര് മുഹിയുദ്ദീൻ എന്നാണ് എന്ന് മുഹിയുദ്ദീൻ മാലയിലെ 26ാമത്തെ വരി, ദീൻ താൻ വിളിച്ചോവർ എന്ന വരിയുടെ വ്യാഖ്യാനം, സമസ്തയുടെ ഔദ്യോഗിക മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം മുസ്തഫൽ ഫൈസി 26ാമത്തെ വരി. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. സത്യത്തിൽ അദ്ദേഹത്തിന് ആ പേര് കിട്ടിയതൊക്കെ എങ്ങനെയെന്നറിയോ? കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ അദ്ദേഹം, അതുകൊണ്ടാണ് അബ്ദുൽ ഖാദർ ജീലാനി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ചു, മദീനന്ന് യസീദിന്റെ ഭരണകാലത്ത് നാട് വിട്ടു വന്നത് അവിടെ. ഉമ്മ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തു. 18 വയസ്സായപ്പോ ദീന് പഠിപ്പിക്കാൻ 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് ഖുർആനിലും ഹദീസിലും അറബി ഭാഷയിലും പ്രാവീണ്യം നേടി 26ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്, മോനെ, ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറയുമ്പോ വിവാഹം കഴിക്കാത്ത 26കാരൻ ഇറങ്ങുകയാണ്. കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങളെ തീർക്കുകയാണ്. ലോകത്തിന് വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുകയാണ്. ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52ാമത്തെ വയസ്സിലാണ്. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാണ് മുഹിയുദ്ദീൻ.
ദീനിന്റെ പുനരുദ്ധാരകൻ എന്നാണ്. 52-ാമത്തെ വയസ്സിലെ വിവാഹം കഴിക്കുന്നത്, 92-ാമത്തെ വയസ്സിലെ വിട പറയുന്നത്. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്ത് റബീഉൽ ആഖിർ 11 വൈകുന്നേരം വുളു എടുത്ത് 2 റക്അത്ത് നമസ്കരിച്ച് കിടക്കുമ്പോ മൂത്ത മകനും പണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ചോദിക്കുന്ന വാപ്പ ഒരു വസിയത്ത് നൽകാൻ പറ്റുമോ? മോനെ, ജീവിതത്തിൽ ആശ്രയം കാണാൻ അള്ളാനെ മാത്രമേ കാണാവൂ എന്ന് പറഞ്ഞ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാനെ ഭയപ്പെടണേ, അള്ളാഹ്ക്കെതിരെ ആരെയും നീ ഭയപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനി ആ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നമ്മൾ നിസ്കരിക്കുമ്പോൾ കള്ളം പറയണവരാൻ അല്ലാഹു അക്ബർ എന്ന് പറയാം, പക്ഷെ ഹൃദയത്തില് അള്ളാഹിനെക്കാളും വലിയ സ്ഥാനം അദ്ദേഹം പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞ ഒരു ആയത്തുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളൊക്കെ അല്ലാഹുള്ളതാണ്, അതുകൊണ്ട് അള്ളാഹിന്റെ കൂടെ മഅയ്യത്താണ്, അള്ളാഹിന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ ദുആ ചെയ്യല്ലേ. ഈ ആയത്തിന് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ വിശദീകരിച്ചെന്നറിയോ? ഇജ്അൽ ഖൽബക മസ്ജിദാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണേ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണേ. ആ ഹൃദയമാകുന്ന പള്ളിയില് അള്ളാന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. നമ്മളുടെ ഹൃദയത്തെ പള്ളിയാക്കാൻ, ആ ഹൃദയമാകുന്ന പള്ളിയില് അള്ളാന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. ആ മൊയ്തീൻ ഷേഖ് നമുക്കറിയോ? നമുക്ക് എന്താ പ്രശ്നം പറ്റുന്നറിയോ? അദ്ദേഹത്തിന്റെ കിതാബ് ഏതാ വെച്ചാൽ നമ്മൾ പറയും മുഹിയുദ്ദീൻ മാല മുഹിയുദ്ദീൻ മൗലൂദ് ഖുത്ബിയ്യത്ത്. മൊയ്തീൻ ഷേഖ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇല്ല. മൊയ്തീമാല കോഴിക്കോട് നിന്നുണ്ടാക്കിയതാ. കണ്ടന്നറിവാളൻ കാട്ടിത്തരും പോലെ കാളി മുഹമ്മദ നവർഗീലായും നോവർ കോഴിക്കോട്ടെ ചൂറ തന്നിൽ പീരം നോവർ കോർവാഹിതൊക്കെയും നോക്കിയെടുത്തോവർ. അവർ ചൊന്ന ബൈത്തീനു ബഹ്ജ കിതാബീനു അങ്ങീനെ തക്മീല തന്നീനും കണ്ടോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. എവിടെ നിന്നാണ്? അവർ ചൊന്ന ബൈത്തിൽ നിന്നാണ്, യാർ ചൊന്ന ബൈത്തിൽ നിന്നാണ്. അതിന്റെ ബേസ് കിട്ടിയില്ലേ? തമിഴ് ഇല്ലേ? കുത്തുബിയ്യത്ത് എഴുതിയ ആള് ജനിക്കുന്നത് 1040-ലാണ്, മരിക്കുന്നത് 1115-ലാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്താണ്. അതിനുമുള്ള മുസ്ലിങ്ങൾക്ക് അത് പരിചയമില്ല. മൊയ്തീൻ ഷേഖിന് ഒട്ടും അറിയില്ല. നിങ്ങള് നമ്മൾ സാധാരണ ഉംറക്കൊക്കെ മക്കത്ത് പോണതല്ലേ, പിന്നെ മദീന സിയാറത്തിനൊക്കെ പോണോരാൻ. അവിടുത്തെ ജരീർ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾ ചോദിക്കണം, മൊയ്തീൻ ഷേഖിന്റെ 2 മുഹിയുദ്ദീൻ മാല, ഒരു കുത്തുബിയ്യത്ത്, അവർ മേപ്പിട്ട് വെക്കും. അതെന്ത് കിതാബാണ് അല്ലേ? നേരെ മറിച്ച് നിങ്ങൾ ചോദിച്ചോക്കെ, മഹാനായ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബുണ്ടോ? നിങ്ങൾക്ക് കിട്ടും. അവിടെ ഫത്ഹുർ റബ്ബാനി കിട്ടും, ഫത്ഹുൽ ഗൈബ് കിട്ടും, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉൻയാലി ത്വാലിബീൻ അവിടെ കിട്ടും നിങ്ങൾക്ക്. ആ കിതാബിലുണ്ട് ഒറിജിനൽ ഷെയ്ഖാരാണ്. അത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാതെ പോയതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, സുന്നത്തായ ആചാരങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ അള്ളാഹുവിനെ അല്ലാതെ ആരോടും പറയണില്ല. ഇല്ല. ഹജ്ജ് പെരുന്നാൾ കടന്നു വരുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗം പറയുമ്പോ, ഹാജറിന്റെ നൊമ്പരങ്ങളെ പറയുമ്പോ, ഇസ്മായിലിന്റെ യാതനകളെ പറയുമ്പോ, ഇബ്രാഹിം നബിയെ ഒന്ന് തേടണില്ല, ഇസ്മായിലെ ഒന്ന് തേടണില്ല, അവർ കള്ള കൊടുത്ത കഴിവുണ്ടെന്ന് പറയണില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനോടാണ്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താണെന്നറിയോ? മനുഷ്യന്മാരെ ചില ദിനാചാരണങ്ങൾ കൊണ്ടുവന്നു. ഒന്ന് റബീഉൽ അവ്വൽ വന്നു, നബിദിനം കടന്നു വന്നു. ആരോടാ തേടിയത്? എന്ന് മാത്രമില്ല, റസൂൽ ഒരുപാട് തെറ്റുകളുടെ മേലെ വാഹനം കയറി. അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയേ,
കറക്ഷൻ പറഞ്ഞത് സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനി മുഹിയുദ്ദീൻ ശൈഖാണ്. ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയാ. അതേ പദം തന്നെ ഉപയോഗിക്കുകയാണ്. റബ്ബില്ലാത്തവരോട് ആവലാതിപ്പെടല്ലേ. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം നൽകുന്നവനും അതുകൊണ്ട് അള്ളാനോട് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് റബ്ബിനോട് ചെയ്യുന്ന ശിർക്കാ. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിആസ ചെയ്താൽ അത് ശിർക്കാണെന്ന് സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനി അവിടുത്തെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബില് പേജ് നമ്പർ 136 കാണാ. പ്രിയമുള്ളവരെ, നിബിധനത്തിൽ തേടിയത് മുഹമ്മദ് നബിയോട് യാ സയ്യിദ സഹാദാതി ജീതുക ഖാസിദാ. റസൂലേ, അങ്ങേ ഉദ്ദേശിച്ചു കൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ലു നബി എന്ന് മാത്രമല്ല റസൂലേ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. റസൂലേ, അങ്ങയുടെ പാവപ്പെട്ട അടിമയിതാ വന്നിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞില്ല. പ്രിയമുള്ളവര്, നമ്മൾ ആരുടെ അടിമയാ? റസൂലുള്ളാഹിന്റെ അടിമയാണോ? അല്ലല്ലോ, അല്ലാഹുവിന്റെ അടിമയല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് പോലും നമ്മളോട് പറഞ്ഞത് എന്താണ്? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറാ. ഈസബിനു മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിന് ക്രിസ്ത്യാനികൾ വാഴ്ത്തി പറഞ്ഞ പോലെ എന്നെ നിങ്ങൾ വാഴ്ത്തി പറയല്ലേ. ഈസാ നബി പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. പക്ഷേ ഇന്ന് ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെ വിശ്വസിക്കുന്നത് ഈസാ നബി ദൈവമാണ്, ദൈവപുത്രനാണെന്നാണ്. ഈസാ നബിയുടെ അടിമകളാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെന്നാണ്. അതുപോലെ നമ്മൾ വാദിക്കാൻ വകയില്ല.